ഹലോ കിലടല്ലേ. അപ്പോൾ ഗ്രാമശാല പുതിയവിടേക്ക് എല്ലാവർക്കും സ്വാഗതം. കിലട നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ സൺഡേ ആയിട്ടില്ല, മീൻ പിടിക്കാൻ പോകണം. പിള്ളേർ ഇവിടെ ഒരു കുളത്തിൽ നിറയെ മീൻ പറഞ്ഞു കിലട, നിറയെ മീൻ പറഞ്ഞാൽ നിറയെ മീൻ. നമുക്ക് പോയി നോക്കാം കിലടല്ലേ. ഇപ്പോൾ പിള്ളേർ ഇരവെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇരവെട്ടിട്ട് നേരെ അവിടെ കാളേജ് മീനാണ് പറഞ്ഞിട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ നിറയെ പിള്ളേർ നമ്മുടെ ചെറു പിള്ളേരെ വിളിച്ചിട്ട് എല്ലാവരും ഇന്നത്തെ പരിപാടി ആണ് കിലട. നല്ല മഴയും വരുന്നുണ്ട്. അപ്പോൾ കണ്ട പിള്ളേർ ഇരവെട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഏഴും കോഴിയും കൂടിയിട്ട് മണ്ണിര ഇത് കേഴ്. അപ്പോൾ ഇവിടെ മഴ വന്നു വേറെ വിട്ട് ഇതിലിട്ട് ഏതോ ഇരവെട്ടിച്ചപ്പോൾ ഞങ്ങൾ വരാട്ടാ. അടുത്ത് നമ്മുടെ പിള്ളേരൊന്നും ബിരിയാണി മീൻ പിടിക്കാൻ അടുത്ത രണ്ട് പിള്ളേർ ഞാൻ കൊടയൊക്കെ ഉണ്ടാവും മഴയൊക്കെ പെയ്യുന്നുണ്ട് ഇല്ലാട്ടത്. അപ്പോൾ 2, 3, 5 അപ്പോൾ നമ്മളൊക്കെ ആയിട്ട് മീൻ പിടിക്കാൻ പോണ്. ഇവിടെ സംഭവം കാണാം, മഴ തുടങ്ങി. അപ്പോൾ നമ്മൾ കൊടയൊക്കെ പിടിച്ച് നിൽക്കണം. പിള്ളേർ എന്നിട്ടും ഇവിടെ ഇരവട്ടൽ എന്ന ദൗത്യത്തിൽ മുഴുകി ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ പിള്ളേർ രണ്ടുപേരും ഇരവട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താ അങ്ങോട്ട് തിരിയിട്ടാ പിള്ളേർക്ക് നാളെ ഒന്നും ഇല്ലാതെ ഇതാ വേഗം വെട്ടാ പോവുക, മീനൊക്കെ ആരെയും പിടിച്ചിട്ട് പോലും പോവുക. ഇല്ലാട്ട സംഭവം നോക്കുമ്പോൾ പെട്ടെന്ന് മഴ പെയ്തു. ഞാൻ പറഞ്ഞില്ലേ മഴ പെയ്തു. അപ്പോൾ എന്താ വെച്ചാൽ ആ കുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കില്ല. നമ്മുടെ തോടുണ്ട് സംഭവം, നമ്മൾ നേരത്തെ തോട്ടിൽ മീനൊക്കെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇല്ലാട്ട കോഴി വേസ്റ്റ് കിട്ടാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു നേരത്തേട്ടാ. അപ്പോൾ ഇപ്പം എന്താ വെച്ചാൽ നമ്മൾ കുളത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കുളത്തേക്ക് ഇതാ പിള്ളേർ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിതാ കോട്ടിട്ട് ഇല്ലാട്ടല്ലേ. അപ്പോൾ നേരെ ഇനി പോവാം മീൻ പിടിക്കുക. ഓക്കെ. അപ്പോൾ ഇതാണ് കുളം കേട്ടോ. അതാ വിശാലമായ കുളം. നമ്മുടെ ചെക്കൻ ഇവിടെ ഫുൾ ടൈം ഇവിടെ തന്നെ പിടിക്കണ്ട. ഇതാണല്ലേ വിശാലമായ കുളം. അപ്പോൾ ഇതിലാണ് നമ്മൾ മീൻ പിടിക്കാൻ പോകട്ടാ. ഇതാ എക്യുപ്മെന്റ്സ് ഒക്കെ ഇല്ലാട്ടല്ല. അപ്പോൾ ഇവിടെ മീൻ പിടിക്കാൻ നോക്കണ്ട. അത്ര നിനക്ക് കിട്ടിയതാ പിള്ളേരെ കിട്ടിയില്ലെങ്കിൽ പറഞ്ഞില്ല, കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. ഞങ്ങൾ നേരത്തെ ഒരിക്കൽ ഇപ്പോൾ ഒരു 2 കൊല്ലം മുമ്പ് ഇവിടെ ഒന്ന് ചൂണ്ടിയാടിട്ടാ നിറയെ കിട്ടുന്നതൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഒരു തേങ്ങയും കിട്ടിയില്ല. അപ്പോൾ നോക്കാം നമുക്ക് കിലോട്ടല്ല. ഇതിൻ്റെ പേര് വന്നിട്ട് പൂമോട്ടോളം എന്നാണ് ഞങ്ങൾ പറയുക. അതോ കിലോട്ടല്ല കുറച്ച് താറാവുകളുണ്ടോ നിങ്ങൾക്ക് സൂം ചെയ്ത് വെച്ചിട്ടാ. അതാ കുളത്താറാവുകളുണ്ടോ അതാണ്ട. ഈ മഴയത്ത് പിന്നെ നൈസാണ് കിലോട്ടർ. എന്താ വെച്ചാൽ മഴയത്ത് അത്യാവശ്യം നൈസാണ് പൊതുവെ വേണ്ട സെറ്റ്. അപ്പം എന്തായാലും കിലോട്ടർ ഞങ്ങൾ ഇരയൊക്കെ കോർത്ത് ചൂണ്ടിട്ടാ ആദ്യം ഓർക്കുന്നത്. മണി ഇര ഓർക്കടാ. നമ്മളതാ കിലോട്ടുള്ളതാ ടീം മൊത്തം ഉണ്ട്. ഇതാ ചെറിയ പിള്ളേർ. ഇതാ ചെക്കൻ്റെ പേര് രോഹിത്. ഇത് പിന്നെ നമ്മുടെ 7. ഇത് അച്ചു. ഇത് നമ്മുടെ മണി. അത് പിന്നെ നമ്മുടെ ചെക്കൻ ചെറുത്. ഏറെ കോർക്കണ ഞങ്ങളുടെ മണ്ണിൽ എങ്ങനെ കോർക്കണ്ട. എന്നിട്ട് ഇടാ. ഇതാ ചെക്കൻ ഇട്ട് കഴിഞ്ഞു. അച്ചു ഞാൻ കോർത്തിട്ട് നോക്കില്ല ആർക്ക് ആദ്യം മീൻ കിട്ടുന്നത്. മഴ നല്ല മഴ പെയ്തിട്ട് അതാണ്ടോ ഇതൊക്കെ മഴ പെയ്യുന്നു. മഴയത്തെ പിള്ളേർ ചൂണ്ടിയിടല് ഇന്ന് വൈബായിരിക്കും. ഞാൻ കിട്ടുന്നതല്ല കിട്ടിയാ മഴയൊന്നും നോക്കാതെ അതിശക്തമായി നമ്മുടെ 7 മുന്നേറിക്കൊണ്ടിരിക്കുക. പിടിക്കുവോ അതാ ഇട്ടിട്ടുണ്ടെങ്കിലടാ പീലി നിങ്ങൾക്ക് കാണിച്ചു തരാം. അതാ തന്നെയാണ് പീലി. ഇതാ അവൻ്റെ കിട്ടുമെന്നല്ല നോക്കില്ല. നോക്ക് മഴ ഉണ്ടോ നൈസായിട്ട്. അതെ ഇവിടെ മഴയില്ല. അതാ പിള്ളേരെല്ലാവരും ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു ചെക്കൻ മാത്രമേ ഉള്ളൂ ഇവിടെ. എവിടെ അച്ചു ഇതാ ചെക്കൻ കിട്ടിയാ. പിന്നെ ഇടാണ്ടില്ല ആർക്കാദ്യം കിട്ടും നോക്കാം. കിട്ടുമ്പോൾ ഞാൻ വരയില്ല. എന്താ വെച്ചാൽ മഴ നല്ലോണം പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല മഴയായിട്ടാണ് നോക്കും. പിള്ളേർ കൊടയൊക്കെ പിടിച്ച് ചൂണ്ടിയായിട്ട് ഒന്ന് പിടിച്ചിട്ട് അടങ്ങുള്ളൂ. വേണ്ടത് നമ്മുടെ 7 മിനിറ്റ് കൊടയൊന്നും വേണ്ട കുളിക്കാൻ പോകണമെന്ന് പറയുന്നുണ്ട്. ഇതാ കവറിൻ്റെ തലി കെട്ടും. ഇതാ തലിയിട്. അതന്നെ പിള്ളേരതാ പിള്ളേരൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം. നോക്കുമ്പോൾ നമ്മുടെ ചെക്കൻ്റെ മണീൻ്റെ കൊത്തുന്നത് അയ്യേ ഇവൻ്റെ കൊത്തിയില്ലല്ലോ ഈ ചെക്കൻ രോഗത്തിൻ്റെ. പക്ഷെ അത് കിട്ടിയില്ല. എന്തെണ്ണം കാണിക്കില്ല. ആ ചെറുതിന് കൊത്തിന് അയ്യ അവർ പോരയില്ലാട്ടോ. നമ്മളെന്നെ കളത്ത് ഇറങ്ങാൻ തോന്നുന്നു. നമ്മുടെ ഫൈനൽ നമ്മുടെ ചെക്കൻ തന്നെ പിടിച്ചു ഇല്ലാട്ടല്ലേ. മണി പിടിച്ചോ. ഇതാ കാളേജ് കുട്ടിയാണില്ലാട്ടെ വേണ്ടാ ചെക്കൻ തന്നെ പിടിച്ചു വേണ്ട. ഇനിയിപ്പോൾ ഒന്ന് നോക്കാല്ലേ ഉദ്ഘാടനം കുറിച്ചിട്ട്. അപ്പം ഇനി മീനുകളുടെ കളിയായിരിക്കും. ഇടാ കവറുണ്ടാ കേട്ടാ പോകലിട്. കവറുണ്ട് ആ കവറുണ്ട്. പോയി കവർ പോയി ഒരു കാണിക്കാമോ മണി. കാളേജാണ് ഇവിടെ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ നേരത്തെ ഈ കുളത്തിൽ പിടിക്കുമ്പോൾ കൊമ്പിപ്പയല്ലായിരുന്നു. മത്തി പോലെ കൊമ്പിപ്പയല്ലായിരുന്നു. ഇപ്പം കുളമൊക്കെ വലുതാക്കിയിട്ട് ഇപ്പം ഞാൻ കുറേ പിടിക്കാൻ വന്നിട്ട് സംഭവം കാര്യമില്ല കിട്ടുന്നില്ല ഇവിടെ. കുഴപ്പമില്ല. ആദ്യം അങ്ങനെ മീൻ പിടിച്ചു മണി നമ്മുടെ. ഇനിയിപ്പോൾ അടുത്ത വെച്ചടി കയറ്റായിരിക്കും ആയിരിക്കില്ലേ. റെഡി. അതൊക്കെ വെച്ചടി കയറ്റം പറഞ്ഞപ്പോൾ പിള്ളേർ പറഞ്ഞതാ ഇതാണ് കയറ്റുന്നത് സംഭവം. ഇതെല്ലാം കയറ്റാൻ ഇനി മീൻ പിടിച്ച് കയറും പേടിക്കണ്ട. അടുത്ത മീൻ കിട്ടി നമ്മുടെ ചെറുതിന് കിട്ടിയിരിക്കുകയാണ്. ചെറുത് അപ്പോൾ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ ഇത് കിലോയുടെ ചീകാണ് വിചാരിച്ചു. സംഭവം ചീകല്ല പൂഴാൻ. നിങ്ങളോട് എന്താ പറയുന്നില്ല. അത് പൂഴാൻ കുട്ടിയാണ് സംഭവത്ത്. വറുക്കാനുള്ള സമയമായി. മുളക് അരയ്ക്കാൻ വേണ്ട വീട്ടിൽ അമ്മ എടുത്ത്. ഇപ്പം ചമ്മന്തി അരയ്ക്കാൻ പറയുന്ന അറിയില്ല. ചമ്മന്തി ആക്കാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പം അതെല്ലാം നിൽക്കുന്നില്ല. എന്താണത് ഇനിയിപ്പോൾ പിള്ളേർ മാത്രം പിടിക്കണ്ടോ. അതെന്താണത് ഇല്ല. അപ്പോൾ മഴയത്ത് മീൻ പിടുത്തം നല്ല വൈബ് പരിപാടി. എൻ്റെ കൊത്തുണ്ട് പീലി കൊത്തുണ്ട്. കാണിച്ചു തരാം. ഇപ്പം മീൻ കിട്ടുന്നു തോന്നുന്നു. നോക്കാം. സംഭവം ഇതിനു മുമ്പ് കുറേ നേരം വീഡിയോ ഓണാക്കി വെച്ചില്ല. വെറുതെ സ്റ്റോറേജ് ആയിട്ട് പിള്ളേരെ മീൻ പിടിക്കണില്ല. അപ്പോൾ 2 കിട്ടിയിട്ടുണ്ട്. ചെക്കൻ്റെ ഇപ്പോൾ കൊത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കിട്ടുമെന്ന് അറിയില്ല. നോക്കാം നമുക്ക്. കിട്ടുമോ പോരട്ടെ. അയ്യേ അപ്പോൾ ഈ അടുത്ത ആൾക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ ഇതിലാക്കി കിട്ടുന്നു തോന്നുന്നു. അതാ ചെറുതിപ്പോൾ ചാടുന്നത് തോന്നുന്നു. അതാ കിട്ടി വലിക്കടാ
അയ്യാ വലിക്കണ മുക്ക് ആടാ. ഇവൻ പോരാ കിലട പോരാ, പിള്ളേർക്ക് പോരാ. 7 പേർക്ക് മീനുകൾക്ക് തീറ്റ ഇട്ടുകൊണ്ട് കൊടുത്തിരിക്കുന്നത്. മണ്ണി തന്നെ കൊത്തണുള്ളൂ ചെക്കൻ്റെ. അടുത്ത മീൻ പിടിച്ചേ. അടുത്ത പൂഴാൻ കുട്ടിയാണ്. ഇതും പൂഴാൻ കുട്ടിയാണ് സംഭവം. ഇതാ ഇപ്പൊ മീൻ കിട്ടുന്ന നോക്കാം നമുക്ക്. അപ്പൊ ഇവിടെ ഫുള്ള് മഴത്താണ് മീൻ പിടുത്തം കണ്ടില്ലേ. ഞാൻ ഇവിടെ ഗൈഡ് ചെയ്തോണ്ടിരിക്കും പിള്ളേർക്ക്. അത് പിടിക്കണം, അത് പിടിക്കാം. എന്താ വെച്ചാൽ എനിക്ക് ചൂണ്ടില്ല, ലൈറ്റ് ചൂണ്ടി തരില്ല. കായില്ല ഇവിടെ ആക്കി പിടിച്ചു നോക്കി. നമ്മുടെ ചെറുത്ത് മീൻ പിടിച്ചു കിലോട്ടല്ല. അടുത്ത കാർഗിലേ കരിങ്കാളേജ് ഇല്ലേ എന്നാ ഒക്കെ ചെറുതാണല്ലോ, വളരുന്നുള്ളൂ. കാര്യമില്ല. നമുക്ക് കരിമീൻ ഫ്രൈ ചെയ്യാം. വളരണം കിട്ടില്ല കിലോട്ടല്ല. അതാണ് സംഭവം. പറഞ്ഞില്ല ജാരു നീ പിടിക്കുവോ? ഓ ഇതാ 7 പിടിക്കുന്നു തോന്നുന്നു. 7 ഇരകൾ മറ്റേ മീനുകൾക്ക് തീറ്റിട്ടുകൊണ്ടിരിക്കുകയാണ് കിലോടെ. മീനുകളൊക്കെ ജാളി. അവിടെ 7ൻ്റെ അവിടുത്തെ മീനുകൾക്ക് ജാളി. നമ്മുടെ അടുത്ത ചക്കൻ മീൻ പിടിച്ചു. പിന്നെ കിലോടെ കോളേജ് ഇതാ കിലോടെ കോളേജ് കിട്ടി. പിള്ളേരൊക്കെ പിടിക്കണുള്ളൂ. ഇതാ ആ മുതുക്കനൊന്നും പിടിക്കില്ല. അപ്പോൾ മഴയൊക്കെ പോയി കിലോടെ ശേഷം അപ്പോൾ നമ്മളെന്താ വെച്ചാൽ കോട്ടൊക്കെ ഇട്ട് നമ്മളോട് സേഫ് ചെയ്ത് നിൽക്കുന്നുണ്ട്. സേഫ് അല്ല എന്താ വെച്ചാൽ പിള്ളേർ മീൻ പിടിക്കാൻ നമ്മളെ ഉഷാർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ആടിൽ ഷാജി പാപ്പനെ പോലെ ഈ കൂട്ടത്തിൽ ഇവിടെയാണ് മീനുണ്ടോ. അതാണ് പിള്ളേർ മൊത്തം അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പിടിക്കുകയാണ്. ഇപ്പോൾ ഇത് ആര് കിട്ടുന്നതല്ലേ നോക്കാം നമുക്ക്. കൊത്തുണ്ടാ മീൻ പടിയുന്നു. അയ്യാ അവളോ അങ്ങ് പോയി കിലോട്ടെ. ഒരേ മീൻ പിടിച്ചോ ചക്കായി. നമ്മൾ ക്യാമറ ഓഫ് ചെയ്യുമ്പോൾ മീൻ കിട്ടുക. എന്ത് സംഭവം അറിയില്ല. ഇനിയിപ്പോൾ കോർത്ത് തന്നെ കിട്ടി തന്നെ ഇടുകയെന്ന് അറിയില്ല ചക്കെ സംഭവം. ഈ ഇത് പണ്ടൊരു കടവായിരുന്നില്ല. അതാണ് ഈ കടവിൻ്റെ അവിടെ മീൻ കിട്ടുകയെന്ന് തോന്നുന്നു. അതൊരു കടമായിട്ട് കിട്ടുക. പാറ കയറ്റാണ് അതൊരു കടവ്. പിന്നെ കുളം ഇപ്പോൾ 2 വർഷം ബന്ധിച്ച് വർക്ക് ചെയ്തതാണ്. എന്താ വെച്ചാൽ വർക്ക് ചെയ്യുക പറഞ്ഞാൽ കുഴിയാക്കി നല്ലോണം ആഴമില്ല. ദേശം ഞങ്ങളുണ്ടാകുമ്പോൾ നേരത്തെ ആഴമൊന്നും ഉണ്ടായിരുന്നില്ല അത്ര. ഇതിപ്പോൾ ഈ സെൻറ്ററിൽ ഇവിടെ നിന്ന് ഇങ്ങനെ കറക്റ്റ് ഒരു കുഴി എന്നുവെച്ചാൽ JCB ഒന്ന് തോണ്ടി ഇങ്ങനെ കുഴിയൊക്കെ ചാക്കിയിരിക്കുകയാണ്. പിന്നെ ഇതിനപ്പുറത്ത് മൊത്തം പാടങ്ങളില്ല. ഇതിനപ്പുറം മൊത്തം പാടങ്ങളാണ്. ഞാൻ പോകുമ്പോൾ കാണിച്ചിട്ടുണ്ടായാലും നല്ല പ്രകൃതി രമണീയമായ വയലുകളാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം എന്താ വെച്ചാൽ മിണ്ടായിരുന്നു ഉറങ്ങി. കുറച്ച് നേരത്തേക്ക് എന്താ വെച്ചാൽ ഇതാ വലിയ കോളേജ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചക്ക തന്നെ പിടിച്ചിരിക്കുന്നത്. ഇവരാരും പിടിക്കില്ല. അവിടെ കാട്ടാ എന്താ കണ്ട വലിയ കോളേജ് ദേശം നൈസാണ്. കിട്ടുന്നവർ കിട്ടുന്നുണ്ട്. പിന്നെ കഴിവില്ലാത്തവർ ഇങ്ങനെ ഇരിക്കാനുള്ളൂ. കുറെ അങ്ങോട്ട് ഇടും, കുറച്ച് കൊണ്ട് ഇങ്ങോട്ട് ഇടും. എന്താ ചുവപ്പ് പനിയിട്ട് ഒന്നാമത്തെ പിള്ളേർ പിടിക്കുന്നില്ല. പക്ഷെ അവന് മാത്രം കിട്ടില്ല. എന്താണെന്ന് അറിയില്ല. ഇനി തിന്നാ നീ നോക്കട്ടില്ല. എന്താ വെച്ചാൽ പിടിക്കണത് എടുക്കണമെന്നില്ല. പക്ഷേ എന്താ വെച്ചാൽ നമുക്ക് കുറേ നേരം ഓണാക്കി അപ്പം കിട്ടില്ല. ഓഫാക്കി വയ്ക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓഫാക്കി വയ്ക്കില്ല. കിട്ടുമ്പോൾ ഇതുപോലെ എടുക്കാം. ഇത് ഈ കവറിലാണ് മീൻ ഇട്ടിരിക്കുന്നത് കിലോട്ട്. അപ്പോൾ നോക്കാം. നമ്മൾ അവിടെ പോയി മീൻ കിട്ടുന്നൊക്കെ പറയുന്നുണ്ട്. നോക്കില്ല. ചിലപ്പോൾ അവിടെ പോയി ആട്ടാം നമുക്ക്. അപ്പോൾ നമ്മുടെ ചെക്കൻ അതൊരെണ്ണം പിടിച്ചു. അത് അത്യാവശ്യം വലിയ കളഞ്ഞു. എവിടെ കാണിക്കടാ. ഇതാ പിന്നെയും ചെക്കൻ പിടിച്ചിരിക്കണം. പിടിക്ക് എവിടെ കുഴപ്പമില്ല. ചെറുതാണ് വെട്ടുകളെ മീൻ ഇല്ലടാ. അത്യാവശ്യം നല്ല വലിയ കളേജാണ് ഇല്ലടാ. വേണ്ട പിടിക്കുന്നുണ്ട്. ഇവിടെ മുഖമൊന്നും കണ്ടേ. അതാ ഇവൻ്റെ കുത്തുണ്ട്. ഇനിയിപ്പോൾ ഇവനൊന്നും അറിയില്ല. നോക്കാം. പിടി ചെക്ക ഇറങ്ങി പോയിക്കൊണ്ടിരിക്കാനിരിക്കില്ലല്ലേ. നോക്കട്ടെ. കുറേ നേരം ഇങ്ങനെ നിന്ന് മതിയായ സംഭവം. കുറവിൽ ഇരുന്നു സംഭവം മീൻ കിട്ടുന്നു തോന്നുന്നു. വീട്ടിലാണെങ്കിൽ മുളക് അരയ്ക്കാനൊക്കെ പണ്ട വന്നിരിക്കുന്നു. ചമ്മന്തി കഴിക്കണം എന്ന് തോന്നുന്നു. ഇതാ ചെക്കനിൽ എന്തോ പട്ടിരിക്കാണ്. അതാ കിട്ടിയതാ. ഇവനാണെങ്കിലോ മറ്റേ കുളത്തിൽ മറ്റേ സാധനങ്ങളൊക്കെ വലിച്ചു കയറ്റണില്ല. വേറെ ഒന്നും നടക്കില്ല. മഴ പോയതുകൊണ്ടാണ് പറഞ്ഞില്ല മീൻ കിട്ടുന്നില്ല. ഇപ്പോൾ മണി പിന്നെയും പിടിച്ചിരിക്കുകയാണ്. മണിയാണ് ഇപ്പോൾ പിടിച്ചോണ്ടിരിക്കുന്നത്. പിന്നെ ചെക്കൻ നമ്മുടെ അച്ചു മാത്രമേ പിടിക്കുന്നുള്ളൂ. ഈ പിള്ളേർ വെറും ബേസ്റ്റ് ചെറുതില്ല കിട്ടിയില്ല. ഇന്നത്തേക്കുള്ളതായി. അപ്പോൾ നമ്മുടെ 7 ഇപ്പം മീൻ കിട്ടുമ്പോൾ എൻ്റെ അടുത്ത് വീഡിയോ എടുക്കാൻ പറഞ്ഞാണ്. ഇപ്പം കിട്ടും വരട്ടെ. വലിക്കടാ സിമ്മൊക്കെ ഇല്ലടാ. അവൻ്റെ പീലി മുങ്ങാൻ തന്നെ ഇല്ല. ഒരു മറ്റേ സ്രാവെങ്കിലും ഒന്ന് വലിക്കണം. അതുപോലെ മരത്തടിയൊക്കെ ഇട്ടിരിക്കണം. പീലി കെട്ടിരിക്കണം. ഇതാ അവിടെ ചെക്ക് നോക്ക്. ഗ്യാപ്പിൽ മീൻ പിടിക്കാൻ തുടങ്ങി. അയ്യോ ഇല്ലടാ അത്യാവശ്യം ചെറിയ മീനാണ്. ഇതാണ് ഇത്ര നേരം പിടിച്ചോണ്ടത് 1 മണിക്കൂറായിട്ട്. അത് വേണ്ട കളഞ്ഞോ. ഇവിടെ ചെറിയ കുട്ടികളെ നമ്മൾ തിരിച്ച് വെള്ളത്തിന് വിടണം. ജീവിച്ചു ഇല്ലട. നമ്മളപ്പോൾ അവിടെ നിന്ന് വെച്ചാൽ അവിടെ മാറി. എന്താ വെച്ചാൽ അവിടെ മീൻ കിട്ടില്ല. കൊണ്ട് പിള്ളേർ ഇപ്പുറത്തേക്ക് മാറി. കുറച്ച് അത്യാവശ്യം മീൻ കിട്ടിയില്ലേ. അപ്പോൾ ഇനിയിപ്പോൾ നേരെ ഇനിയിപ്പോൾ സ്പോട്ട് മാറ്റിയില്ലേ. ഇവിടെ വീട്ടിൽ പോകണം. അപ്പോൾ എന്താ വെച്ചാൽ മീൻ പിടുത്ത് കഴിഞ്ഞു. ഞാൻ മീനിപ്പോൾ കാണിച്ചിട്ട് അത്ര കിട്ടിയെന്നുള്ളത്. ഏകദേശം എന്താ നമുക്ക് ഇത്ര മീൻ കിട്ടി. ചെക്കന് വള്ളിയിൽ അങ്ങനെ കോർത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ കോളേജ്. അപ്പോൾ അതാ കണ്ടില്ലേ എത്ര മീൻ കിട്ടി ഏകദേശം. കടാ
മൊത്തം കാളേജാണ് ഇവിടെ ചെറുതായിട്ട് പൂഴണ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കാര്യം ചെയ്തത് അത്യാവശ്യം നല്ല പിള്ളേർ പിടിച്ചു കേട്ടോ നമ്മുടെ പോരാളികൾ ഇന്നത്തെ ഇവരാണ് പിന്നെ ചെക്കൻ കൂടി രോഹിത് അവൻ പോയി അപ്പോൾ ഇവരാണ് പോരാളികൾ അപ്പോൾ മീൻ കിട്ടിയില്ല കേട്ടോ ഇതാണ് ഏകദേശം ഇത് ഏകദേശം എത്ര കിലോ ഉണ്ടോ അവിടെ 1 കിലോ ഉണ്ടാവോ അറിയില്ല ചേട്ടാ അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ എന്താ വെച്ചാൽ ഇത് വെറുതെ കിലോ സൺഡേ ആയപ്പോൾ ഇങ്ങനെ ഇറങ്ങിയതാണ് മീൻ പിടിക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ വീഡിയോ ഇതാണ് അപ്പോൾ നമ്മൾ സൺഡേ ആയിട്ട് മീൻ പിടിക്കാൻ ഇറങ്ങിയതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്യില്ല അതേ പറയുള്ളൂ അപ്പോൾ നമ്മളൊരു അടുത്ത ഒരു കിടക്കാച്ചി വീട്ടിൽ വരും ഇല്ല പോട്ടാ പോ എവിടെയാണ് പോണ് ഇവിടെ ചെക്കൻ വന്നിട്ട് മണി അത് അരുണ്ടാ എന്താ വെച്ചാൽ നമ്മുടെ ഇത് പിള്ളേർ ഇവിടെ തന്നെയാണ് നമ്മളപ്പോൾ ഇപ്പോഴാണ് നമ്മുടെ വ്ളോഗിലൊക്കെ വരുന്നത് എന്താ വെച്ചാൽ പിള്ളേർ ഇവിടെ നമ്മളോട് കളിക്കാനൊക്കെ വരും ഇപ്പോഴാണ് വരുന്നത് പിന്നെ വിമ്മൻ അറിയാലോ കൊട്ടും ഭീകരെന്ന് അപ്പോൾ ഇത് അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാം ഹാപ്പി ആയിട്ടിരിക്കാം ബൈ